ഇന്ന് രാവിലെ കുറച്ച് വൈകിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. രാവിലെ എഴുന്നേറ്റപാടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല വയറുവേദനയായിരുന്നു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. അപ്പോൾ രാവിലത്തെ ആദ്യത്തെ പരിപാടി ചട്നി ഉണ്ടാക്കലാണ്. അതിനുള്ള തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. ചട്നിക്കുള്ള പിന്നെ കറിവേപ്പിലയും ചീനിയൊക്കെ തലേന്നേ പറിച്ച് വെക്കണം വിചാരിക്കും, ഞാൻ മറന്നു കേട്ടോ. ചീനി എന്ന് പറഞ്ഞാൽ കാന്താരിയാണ് കേട്ടോ, ഇവിടെ ചീനി മുളകെന്നും പറയാറുണ്ട്. അപ്പോൾ കറിവേപ്പില ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. ചിലയിടത്തൊക്കെ കറിവേപ്പില ഇങ്ങനെ പിടിക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വീണ് മുളയ്ക്കുന്ന പോലെ നന്നായിട്ട് കറിവേപ്പില ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് പൊഴിഞ്ഞു പോകുന്ന സമയമായതുകൊണ്ട് കുറച്ച് ക്ഷാമമുണ്ട്. എനിക്ക് 2 തണ്ടേ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടികളൊക്കെ ഞാനും അമ്മയും കൂടി ഷെയർ ചെയ്തിട്ടാണ്. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇന്ന് രാവിലത്തെ ഭക്ഷണം അവിടുന്ന് കഴിക്കാമെന്നാണ് അമ്മ പറഞ്ഞത്. പിന്നെ എന്ന് വെച്ചാൽ എല്ലാം കൂടി ആകുമ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ചട്നി ഞാനിവിടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. സാമ്പാറും ഇഡ്ഡലി അമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ചട്നി നമുക്ക് വേഗം എളുപ്പത്തിലാവുമല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ ഇഞ്ചിയൊക്കെ ഇട്ടുള്ള ചട്നി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുമ്പത്തെ ഏതൊരു വീഡിയോയിൽ ഞാനിങ്ങനെ പീരീഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അജി പാഡാണോ യൂസ് ചെയ്യുന്നത്, മെൻസ്ട്രൽ കപ്പാണോ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 3 വർഷമൊക്കെ ആയിട്ട് ഇപ്പോൾ മെൻസ്ട്രൽ കപ്പ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല കംഫർട്ടാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ എടുത്ത ഡിസിഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അത് തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. ചിലവർക്കൊക്കെ പറ്റില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അതിനകത്ത് മാറ്റി ചിന്തിക്കാൻ തന്നെ എനിക്ക് പറ്റൂല. പിന്നെ വയറുവേദനയുടെ കാര്യം എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഫസ്റ്റ് ദിവസം ഇന്നലെയൊക്കെ ഞാൻ കിടപ്പായിരുന്നു. പക്ഷേ ഇന്ന് വലിയ കുഴപ്പമില്ല. എനിക്ക് തീരെ സഹിക്കാതെയൊക്കെ വരുമ്പോൾ ഞാൻ ഗുളിക കുടിക്കലുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ടാബ്ലറ്റ് കഴിക്കാൻ പാടില്ല എന്നറിയാം. പക്ഷേ ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്നാൽ ഞാൻ ഒരു ഗുളികയൊക്കെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ അമ്മ ഇവിടെ വന്ന് നോക്കുമ്പോൾ അമ്മ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ഇഡലി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം ചായ വെച്ചു. പിന്നെ ഞാൻ ചായ കൂടി പരമാവധി കുറച്ചതാണ്. ഇപ്പോൾ തീരെ കുടിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ വയറുവേദനയൊക്കെ വരുമ്പോൾ ഒരു ചായ കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ ഒരു സുഖമില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് ചായ ഇന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് അച്ഛനും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു രസമാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇന്ന് ഇലക്ഷനാണ് കേട്ടോ. അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എൻ്റെ മുടി ഒന്ന് ഉണക്കുകയാണ് കേട്ടോ. ഡ്രയർ ഞാൻ അങ്ങനെ യൂസ് ചെയ്യലില്ല. ഹീറ്റ് അങ്ങനെ മുടിക്ക് കൊടുക്കുന്നത് നല്ലതല്ല എന്നറിയാം. പക്ഷേ ഇങ്ങനെ നനഞ്ഞ് ഒട്ടിയൊക്കെ കിടക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഞാൻ ഉപയോഗിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ID കാർഡൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. നല്ല പ്യുവർ കോട്ടൺ ഡ്രസ്സാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. കാണാനും നല്ല ഭംഗിയായിട്ട് ഒരു സ്റ്റൈലിഷ് ലുക്കൊക്കെ തരും കേട്ടോ നമുക്കിത് ഇടുമ്പോൾ. ബലൂൺ സ്ലീവ് ആണ്. പിന്നെ തുണിയുടെ ക്വാളിറ്റി എടുത്ത് പറയണ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ നോക്കട്ടെ, ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇവിടെ അടുത്തുള്ള വായനശാലയിലാണ് കേട്ടോ എനിക്ക് വോട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ടൗണിലും പോകണം. അപ്പോൾ അവിടെ പോയപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. ക്ലോസ് ഫ്രണ്ടാണ്. അവർ അമ്മയും ഉണ്ടായിരുന്നു, വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ കുറച്ച് നേരം വർത്താനം പറഞ്ഞു. ഇങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കണ്ടുമുട്ടുക. അപ്പോൾ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂറോളൊക്കെ എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാനിത് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏട്ടനെ അടുത്ത ബൂത്തിലാണ് കേട്ടോ. അവിടെ പോയിട്ട് ഇനി വോട്ട് ചെയ്തിട്ട് വേണം ടൗണിൽ പോകാനായിട്ട്. അവിടെ ഒരു 15 മിനിറ്റ് അത്ര നേരം നിൽക്കേണ്ടി വന്നുള്ളൂ കേട്ടോ. അപ്പോൾ വോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ടൗണിൽ എത്തിയിട്ടുണ്ട്. നല്ല വെയിലും ചൂടുമാണ്. അപ്പോൾ ഞങ്ങളൊരു ആപ്പിൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. എനിക്ക് ആപ്പിൾ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തണുപ്പ് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ എനിക്ക് തണുപ്പ് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചിക്കൻ വാങ്ങിക്കണമായിരുന്നു. ചിക്കൻ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഐസ്ക്രീം കണ്ടു. അമ്മയും അനിയനും കൂടി പോയപ്പോൾ അവർ ചോക്കോബാർ വാങ്ങിച്ചിട്ട് വന്നു. അതും ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ ചിക്കൻ നന്നാക്കണം, കറി വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.